കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫ്ലൈ ഓവറിന് മുകളിലായിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് കട്ടകൾ പാകുന്ന വർക്കാണ് നടക്കുന്നത്. ഇൻ്റർലോക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ മംഗലാപുരം ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നടപ്പാത ഉണ്ടാകുമോ എന്ന് സംശയമാണ്. എന്നിരുന്നാലും സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ സ്ഥലമുണ്ട് ഏരിയയിലൊക്കെ നടപ്പാത ഇവർ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ നേരെ മറുവശത്ത് ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്. നമ്മൾ കറന്തക്കാട് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. കറന്തക്കാട് ഭാഗം കഴിഞ്ഞുള്ള ഏരിയ ആണ്. അപ്പോൾ നിലവിലിപ്പോൾ ഇവർ നടത്തുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മേൽപ്പാലത്തിന് മുകളിലുള്ള ഡ്രെയിനേജില്ലേ, ആ ഡ്രെയിനേജിൻ്റെ പൈപ്പ് താഴെയായിട്ട് നമ്മൾ താഴെയോട്ട് പൈപ്പ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് നടത്തുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തും തകൃതിയിൽ നടക്കാണ് ഡ്രെയിനേജ്. മുകളിൽ ഡ്രെയിനേജിനുള്ള ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൈപ്പാണ് താഴെയായിട്ട് മേൽപ്പാലത്തിന് താഴെയായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി മേൽപ്പാലത്തിന് താഴെയായിട്ട് പെയിൻറ്റിങ് വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ നമ്മൾ ഈ മറുവശത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇതുവരെ ഈ കട്ടകൾ പാകിയിട്ടുണ്ട്. കട്ടകൾ പാകാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ കട്ടകൾ പാകിയിട്ടുണ്ട്. ഈ മേൽപ്പാലം വന്നതോടുകൂടി താഴെയുള്ള ട്രാഫിക്കിന് പരിഹാരമാകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നല്ല ട്രാഫിക്കാണ്. എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. ഇനിയും താഴെയായിട്ട് വർക്കുകൾ നടക്കാം. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് സർവീസ് റോഡ് ഒന്നാമതാണ്. ഇവിടെ സിംഗിൾ സർവീസ് റോഡാണ്. അപ്പോൾ മറുവശത്ത് മംഗലാപുരം ഭാഗത്തോട്ട് സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട്. സർവീസ് റോഡ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ. ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള നമ്മളെ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് നടക്കാൻ ബാക്കിയാണ്. പാർവരി പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞെങ്കിലും ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക്, ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് നടപ്പാതയുടെ വർക്കാണ് പല ഭാഗത്തും നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ മെയ് മാസം അവസാനത്തോടുകൂടി പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ടും ആ വർക്കുകൾ കഴിയുമോ എന്നറിയില്ല. പാർവരി പാതയിൽ പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞ ഇടമായിട്ട് നമ്മളെ കാസർഗോഡ് തലപ്പാടി ചെങ്കള റീച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചും രണ്ടാമത്തെ റീച്ചും അവിടെയും വർക്കുകൾ ബാക്കിയുണ്ട്. കൂടാതെ ഈ കോഴിക്കോട് ബൈപ്പാസിനും പാലങ്ങളുടെ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. ബാക്കി പിന്നെ നമ്മുടെ ടോൾ പ്ലാസയുടെ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്.